ഈ മൃഗങ്ങൾ തമ്മിലുള്ള വഴക്ക് കോംപ്രമൈസ് ആയിട്ടുണ്ടോ? ഇന്ന് രാവിലെ നടന്ന സംഭവമാണ്. പൈങ്കിളി കുരയ്ക്കുന്ന കേട്ട് അടുക്കള ഭാഗത്തേക്ക് ഓടിച്ചെന്നതാണ്. അപ്പോഴാണ് അവിടെ നോക്കുമ്പോൾ എവിടുന്നോ വന്ന ഒരു കീരിക്കുഞ്ഞിനെ ഓടിക്കാനായിട്ട് പൈങ്കിളി കുരയ്ക്കുന്നു. കീരിക്കുഞ്ഞ് പേടിച്ച് അതിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. കീരിക്കുഞ്ഞിനെ അറിയാതെ ഓടിക്കഴിഞ്ഞാൽ പൈങ്കിളി കടിക്കും. അത് അനങ്ങുന്നത് നോക്കി പൈങ്കിളി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. അവൾക്കും ഒരു ധൈര്യമില്ല കീരിക്കുഞ്ഞിനെ തൊട്ടാൽ അത് അറ്റാക്ക് ചെയ്യുമെന്ന് അവൾക്കും ഒരു പേടി. അങ്ങനെ രണ്ടു പേരും കൂടെ ഇങ്ങനെ മുഖാമുഖം നോക്കി സംഘർഷഭരിതമായിട്ട് നിൽക്കുന്നു. ഞങ്ങളത് കണ്ടുകൊണ്ട് നിൽക്കുന്നു. പൈങ്കിളിയുടെ ഭാഷയിൽ എന്തൊക്കെയോ കീരിക്കുഞ്ഞിനെ പറയുമ്പോൾ കീരിക്കുഞ്ഞ് തിരിച്ച് പ്രതികരിക്കുന്നുണ്ട്. അത് കേൾക്കാൻ നല്ല രസമാണ് കേട്ടോ, കീരിക്കുഞ്ഞിൻ്റെ സൗണ്ട് കേൾക്കാൻ. അടിപൊളിയാണല്ലോ സൗണ്ട് കേട്ടോ. സംഘർഷത്തിൽ ചെറിയൊരു അയവ് വന്നപ്പോൾ കീരിക്കുഞ്ഞ് അടുത്ത ലൊക്കേഷൻ പിടിച്ച്, തൊട്ട് പുറകെ പൈങ്കിളിയും ഞങ്ങളും. എന്നിട്ടും തീർന്നില്ല സംഘർഷം. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് എങ്ങനെയെങ്കിലും ഇവരെ പിടിച്ചു മാറ്റാനുള്ള ശ്രമത്തിലായി ഞാൻ. അല്ലെങ്കിൽ വെറുതെ ആ കീരിക്കുഞ്ഞിൻ്റെ ജീവൻ പോകുമല്ലോ. ഇവളെ ഒന്ന് മാറ്റിയാൽ അത് എങ്ങോട്ടെങ്കിലും ഓടിപ്പോകുമെന്ന് വിചാരിച്ച് ഞാൻ ബ്രെഡും ഒക്കെ കൊടുത്ത് പതുക്കെ പൈങ്കിളിയെ വിളിച്ച്. പൈങ്കിളി ബാ കൊണ്ട് കൊടുക്കുന്ന ബ്രെഡ് എന്നാ ഒരു കഷ്ണം അതിനൂടെ എടാ. കീരിക്കുഞ്ഞിന് നല്ല ഇണക്കം ഉള്ളതുപോലെ തോന്നിയേ. കിട്ടിയ ബ്രെഡ് അത് നല്ലോണം റാഞ്ചിയെടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. കിട്ടിയ ബ്രെഡും കൊണ്ട് പൈങ്കിളിയുടെ സ്ഥലത്തേക്ക് പോയി. അവളൊരു വിറകിൻ്റെ അടിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അവൾ അങ്ങോട്ട് പോയി. കീരിക്കുഞ്ഞ് അവിടെ ഇരുന്ന് ആ ബ്രെഡ് മുഴുവനും കഴിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ പൈങ്കിളി കിടക്കുന്ന ആ വിറകിൻ്റെ അടിയിൽ നിന്ന് അവൾ ഇറങ്ങി ഓടുന്നത് കണ്ട്. അപ്പോഴാണ് മനസ്സിലായത് കീരിക്കുഞ്ഞ് പൈങ്കിളിയുടെ കീഴിലോട്ട് പിന്നെയും ചെന്ന് കയറിയെന്ന്. പിന്നെ അതിനെ കണ്ടില്ല എങ്ങോട്ട് പോയെന്ന്. എന്തായാലും പ്രശ്നം ഒഴിവാക്കി, ആളപായം ഒന്നും ഉണ്ടായില്ല.